എല്ലാവർക്കും ഒരു ഹായ്. ഇന്നാണ് പോകുന്നത് സോളാൻഡ് അരിമയുടെ 143 എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡിലെ ടാങ്സ സീഗോഡായതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ എപ്പിസോഡിലെ ആദ്യം തന്നെ ടാങ്സ വളരുന്ന വില്ലേജ് അതിപ്പോൾ ഒരു വലിയ അറ്റാക്ക് നടന്നത് പോലെ അതെല്ലാം കത്തി നശിക്കുകയാണ്. അവിടെ ഉള്ളവരുടെ വീട് സ്ഥലം എല്ലാം പോയി. ഒരു കൊച്ചു പയ്യൻ ഗ്രാൻഡ്ബയോട് ഇത്ര മോശമായ ആൾക്കാരുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവനെ സമാധാനപ്പെടുത്തുകയാണ്. അവിടെ ഫൈറ്റ് ചെയ്യുവാണ്, നമ്മൾ ഇതൊക്കെ മറികടക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ ഒരു ഗ്രാൻഡ് സോളാൻഡ് മാസ്റ്ററായ ടാങ്സൻ അവ ഇവിടെ ഉണ്ടായിരുന്നു. അവനിപ്പോൾ വോഗൻ എംപയറായിട്ട് ഫൈറ്റ് ചെയ്യുവാണ്. ആ ദുഷ്ടന്മാരെ എല്ലാവരെയും ഇല്ലാതാക്കി വരും. അവൻ്റെ അച്ഛനും എന്ന് ചോദിക്കുമ്പോൾ നിന്റെ അച്ഛൻ ഈ വാറിന് വേണ്ടി പോയേക്കാണ്. ഈ വാറ് കഴിഞ്ഞ് ഉടൻ തന്നെ തിരിച്ചു വരും. അവൻ്റെ കണ്ണ് കിട്ടിയത് എന്തിനാണെന്ന് അടുത്ത ചോദ്യം ചോദിക്കുമ്പോൾ ഇപ്പോഴുള്ള ആ വില്ലേജിന്റെ അവസ്ഥ കാണിക്കാതിരിക്കാൻ വേണ്ടിയാണ് എന്ന് പറയാതെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നിന്റെ ബ്രദറായ ടാങ്സൻ അവ വരുമ്പോൾ നീ നേരിട്ട് കണ്ണിനെ കാണുന്നു, അതിനു വേണ്ടിയാണ് എന്ന് കള്ളം പറഞ്ഞു. അതിനുശേഷം കാണിക്കുന്നത് ടയാൻഡവന്റെ ആർമിയാണ്. അങ്ങോട്ട് ടീംസും വരുന്നുണ്ട്. അങ്ങനെ ടയാൻഡവനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ടീംസ് വന്നിട്ട് വോഫിൻ എംപയറിനെ ഒന്നടക്കം ഇല്ലാതാക്കി നല്ലൊരു നാളേക്കായി എന്ന രീതിയിൽ വരുമായിരുന്നു. എന്നാൽ പെട്ടെന്നാണ് ടാങ്സിന് എങ്ങോട്ടോ കയറി പോകുന്നത് പോലെ അവനൊന്നും മനസ്സിലാവുന്നില്ല. ടീംസും അവിടെ നിന്ന് പോയി അവനൊരു വിചിത്രമായ സ്ഥലത്ത് കൂടി നടന്നു പോകുമ്പോഴാണ് അവിടെ മുഴുവൻ കണ്ണാടി ചില്ലുകൾ, അതിലവരുടെ മെമ്മറീസ്. അത് നോക്കി ഹാപ്പി ആകുമ്പോഴാണ് ഒരു സ്ഥലത്ത് മാത്രം അസുരകോടായ ടാങ്സിന്റെ രൂപം അതവൻ കാണുന്നത്. അപ്പോൾ തന്നെ അസുരകോടിന്റെ വോയിസ്, നീ ഇത് ചൂസ് ചെയ്താൽ നിനക്ക് എല്ലാവരെയും രക്ഷിക്കാൻ കഴിയും. അവന്റെ മുന്നിലായിട്ട് അസുരകോട് വരുവാണ്. അത്രയും പവർഫുള്ളായ ഔറയാണ് അസുരകോടിന്റെ. എന്തു തന്നെയായാലും നീ അവരെ നഷ്ടപ്പെടുത്തും എന്ന് എന്തോ ഒരു കാരണത്താൽ പറയാണ്. ആ കണ്ണാടി പീസുകളെല്ലാം പൊട്ടിച്ചെതിറി പോകുന്നു. ഇങ്ങനെ പോയാൽ ഇത് ടാങ്സന് എന്തോ മനസ്സിലായി. എന്നാൽ അത് ടാങ്സ കണ്ട ഒരു സ്വപ്നമായിരുന്നു. അടുത്ത ഷിയാബും ഉണ്ട്. അവളെ നോക്കി ഒരു സ്മൈല്. എന്നിട്ട് മുകളിലേക്ക് നോക്കിയിട്ട് എന്ത് വിചിത്രമായ സ്വപ്നമാണ്, അതോ വേറെ എന്തെങ്കിലുമോ. അതേസമയം ബി തോന്നുന്നു ജില്ലിംഗേറ്റിന്റെ ഫ്രണ്ടിലായിട്ട് വന്ന് നിന്നിട്ട് അവസാനം ആ ദിവസം വന്നെത്തി എന്ന് പറഞ്ഞ് പോകുന്നു. അങ്ങനെ പോകുമ്പോൾ ചുറ്റുമായിട്ട് ഒരു ബ്ലാക്ക് സ്മോക്ക് പോലെ കാണാം. അതെന്താണെന്ന് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാകും. ഒന്നോർത്താൽ മതി, അത് ഈവിൾ സ്പിരിറ്റ് ആണ്. അതിനുശേഷം ഫാറ്റി നമ്മളൊരു ഗ്രാൻഡ് സോളാൻഡ് മാസ്റ്ററായി ടാങ്സന്റെ ഒരു സീഗോഡുമായി ജില്ലിംഗേറ്റിലേക്ക് പോകാത്തത് എന്താ എന്ന് ചോദിച്ചു വരുമ്പോഴാണ് മുബൈ എന്തോ കൊണ്ട് ഷോക്കായി. നോക്കുമ്പോൾ ടാങ്സിനെ പിന്നെയോ അസുരകോട് ഇൻഹെറിറ്റ് ആക്കാൻ വേണ്ടി നോക്കുവാണ്. ഒരു സംശയം കാണും, ഇപ്പോൾ ടാങ്സൻ സീഗോഡില്ലേ പിന്നെ അങ്ങനെ അസുരകോടാകുമെന്ന്. സീഗോഡ് സ്ഥാനം ഉപേക്ഷിച്ച് ആകാൻ കഴിയും. ടാങ്സനോട് ചോദിക്കുമ്പോൾ അതെന്ന് പറയുകയാണ്. അപ്പോൾ ഷിയാവു, ഇതെനിക്ക് ഇനിയും ഇതുപോലെ ആകാൻ ചാൻസ് ഉണ്ട്, ആ സോഡ് എന്നെ സ്വീകരിച്ചാലോ എന്ന് ഷിയാവ് ചോദിക്കുന്നു. എന്നാൽ ടാങ്സൻ അറിയാം അത് 8ാമത്തെ ടെസ്റ്റ് അല്ലെങ്കിൽ 1ാമത്തെ ടെസ്റ്റായ ഡെത്ത് ഡൊമൈൻ ഷിയാവുന് ഇല്ലാത്തത് കൊണ്ട് തന്നെ നടക്കില്ല എന്ന്. അതുപോലെ തന്നെ അസുരകോഡിന്റെ ഇൻഹെറിറ്റ് ആകുന്നത് സീഗോഡിനെ പോലെയല്ല, വളരെ പാടാണ് എന്ന് പറയുമ്പോൾ തന്നെ അവള് ഞാൻ നോക്കാം എന്ന് പറഞ്ഞ് ആ സോഡ് എടുത്ത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. അതിൽ നിന്ന് വരുന്ന പവേഴ്സ് അത് ഷിയാവിന് താങ്ങാൻ പോലും പറ്റുന്നില്ല. അവളെ ആ പവേഴ്സ് പിടിച്ചു വെച്ചേക്കുന്നത് പോലെ അവൾക്ക് എന്തോ പോലെ ആകുന്നത് കാണാം. ടാങ്സൺ തടയാൻ വേണ്ടി പോയപ്പോഴാണ് അവരുടെ ഇടത്തെ കയ്യിൽ, അതിലാണല്ലോ അസുരകോഡിന്റെ പവർ, അതിൽ നിന്ന് ഡെത്ത് ഡൊമൈൻ ആ സോഡിലേക്ക് പോകുന്നു. അതുവഴി ഷിയാവോനും. അവൾ അസുരകോഡ് ടാങ്സനെ വിട്ട് ഷിയാവോനെ ഇൻഹെറിറ്റ് ആകാൻ നോക്കണോ എന്നൊരു സംശയം വരാം. നോക്കാം, ആർക്കെങ്കിലും അസുരകോഡിന്റെ പവേഴ്സ് ടാങ്സന്റെ ഇടത്തെ കയ്യിലായത് അതറിയാത്തതാണെങ്കിൽ നെതർ വേൾഡ് പോയപ്പോൾ ഹോത്തൻ ഹാമർ ഉപയോഗിച്ചാണ് അവനവിടെ ട്രെയിനിങ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ പവേഴ്സും അവൻ്റെ ഇടത്തെ മാർഷൽ സോണിലായിരിക്കും. അതാണ് ഇടത്തെ കൈ എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ആ സോഡ് അവളുടെ ഉള്ളിലേക്ക് പോയി. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയ സീനാണ്. അടുത്ത എപ്പിസോഡിലും എല്ലാം കാണാം. അതൊന്ന് ഓർത്ത് വെച്ചേക്ക്. ടീംസും ടാങ്സനൊക്കെ അവൾക്ക് എന്ത് പറ്റിയെന്ന് നോക്കണം. അവളും അടുത്തേക്ക് വന്നിട്ട് ടാങ്സന്റെ കൈ പിടിച്ച് എന്നിട്ട് ഒരു തമാശ കളിക്കുന്നു. ടാങ്സനാണെങ്കിൽ ആ സോഡ് അവളെ തിരഞ്ഞെടുത്തു. എന്നാൽ ആ അസുരകോഡിന്റെ ഔർ അത് പൂർണ്ണമായിട്ടും സിയാവന്റെ ബോഡിയിലേക്ക് കയറിയില്ല. എന്തുകൊണ്ടെന്ന് അവന് മനസ്സിലാകാതെ നിൽക്കുകയാണ്. വേറെന്തോ പ്ലാൻ അസുരകോഡ് വെച്ചിട്ടുണ്ട് എന്ന് ടാങ്സന് മനസ്സിലായി. അപ്പോഴാണ് ക്വിൻഷിയുടെ പ്രസൻസ് അത് അവന് ഫീൽ ചെയ്ത് അവൾ എവിടെയാണെന്ന് അവന് മനസ്സിലായി. ടീംസിനോട് അതുകൊണ്ട് തന്നെ ജില്ലിംഗേറ്റിലേക്ക് പോകാനായിട്ട് പറയുന്നുണ്ട്. ഞാൻ ക്വിൻഷിയായിട്ടുള്ള ഫൈറ്റ് അത് കഴിഞ്ഞ് ഞാനും അങ്ങോട്ട് വരാം. അവരും അതുപോലെ പോകുന്നു. ബ്രദർ നീ ഉറപ്പായിട്ടും വരണം എന്ന് ഷിയാവും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ടാങ്സൺ കടലിൽ കൂടി വണ്ടിയിൽ വരുവാണ്. ട്രാഫിക് ആയതുകൊണ്ടാണ് എന്തോ. അപ്പോൾ മനസ്സിൽ വോഗൻ എംപയറിനെ പൂർണ്ണമായിട്ടും തകർത്ത് ഒരു സമാധാനം കൊണ്ടുവരണം എന്ന മൈൻഡിലാണ് ടാങ്സൺ പോകുന്നത്. അതുപോലെ തന്നെ സീഗോഡ് ടാങ്സന് വേണ്ടി ഏഞ്ചൽ ഗോഡ് ക്വിൻഷി കാത്തിരിക്കുകയാണ്. ആ ഏഞ്ചൽ ഗോഡിന്റെ സ്ഥലത്ത് അങ്ങോട്ടും ടാങ്സൺ വന്നു. അങ്ങനെ നീണ്ട കാത്തിരിപ്പിന് ശേഷം ഒരുപാട് വർഷം കഴിഞ്ഞ് വീണ്ടും ഏഞ്ചൽ ഗോഡും സീഗോഡ് തമ്മിൽ ഏറ്റുമുട്ടാൻ പോവുകയാണല്ലോ എന്ന് ക്വിൻഷി. അവിടെ നിന്ന് കട്ടായിട്ട് ജില്ലിംഗേറ്റിലെ അതേ സമയത്ത് വാറ് ചെറിയ രീതിയിൽ നടക്കുകയാണല്ലോ. അങ്ങനെ അതിൽ മരിച്ച ഫ്രണ്ട് ഒരു ബ്രദർ ആർക്കോ വേണ്ടി ഒരു സോൾജർ അത്രയും ഡെഡ് ബോഡികൾക്കിടയിൽ കൂടി വന്നിട്ട് ഒരു ബാഡ്ജ് അത് വെക്കുകയാണ്. അതുപോലെ തന്നെ എജിലിറ്റി ഗ്രൂപ്പിലുള്ളവരെ ഇൻവെസ്റ്റിഗേഷൻ പോലെ കാണിച്ച് മാസ്റ്ററും ടാൻഹോയും കൂടി
സംസാരിച്ചു വരുവാണ്. അവരുടെ സംസാരത്തിൽ മാർഷൽ സോൾ ഹാൾ ഇപ്പോൾ 3 പ്രാവശ്യം പറ്റി അറ്റാക്ക് ചെയ്തു. അവരുടെ ആൾക്കാർ കുറച്ചുപേര് അതിൽ മരിച്ചു. അതുപോലെ ജില്ലിംഗ് ഗേറ്റില് പൊട്ടിയ ഭാഗം അവർ കൂടുതൽ സ്ട്രോങ് ആക്കി അവരെ നോക്കാനായിട്ട് കമാൻഡ് ചെയ്തിട്ടുണ്ട്. അതാവണം എഡ്ജ് ലിഫ്റ്റ് ചെയ്യും. ഇനി മൂഹുനമ്പേർ അവരുമായിട്ടുള്ള യഥാർത്ഥ വാറ് അത് തുടങ്ങാൻ പോകുവാണല്ലോ. ഷ്രെക്ക് ഡബിൾസ് വരാൻ വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. അവരുടെ സംസാരം കാണിക്കുന്നതിനിടയിൽ ആ ബോഡിയിൽ നിന്ന് എന്തൊക്കെ വ്യത്യാസം വരുന്നത് കാണിച്ച് പിന്നെ ഒരു സൂര്യോദയമാണ്. ഷ്രെക്കും അവിടെ എത്തി. എന്തോന്ന് കണ്ട് ഷോക്കായി പോയി. ഉടനെ മാസ്റ്ററിനോട് പറയണം എന്ന് പറഞ്ഞ് ഫാറ്റിനെ പറഞ്ഞയച്ച് ബീബി തോങ് ജില്ലിംഗ് ഗേറ്റിലേക്ക് വന്നതറിഞ്ഞ് അലിഗേറ്റർ അങ്ങോട്ട് ചെന്നിട്ട് ബീബി തോങ്ങിനോട് ദേഷ്യപ്പെടുന്നുണ്ട്. നിന്നോട് ആരാണ് ഇവിടെ വരാൻ പറഞ്ഞേ? നമ്മുടെ യങ് മാസ്റ്റർ കിങ്ഷിയാണ്. ഓർഡറില്ലാതെ നിനക്ക് ഇവിടെ തിരികെ വരാൻ ഒരു അധികാരമില്ല. ഗോഡായത് കൂടിയാകുമ്പോൾ ബീബി തോങ്ങിന്റെ അഹങ്കാരം കൂടി കാണുമല്ലോ. ജിയാങ്ങും ജില്ലും കൂടി അറ്റാക്ക് ചെയ്യുമ്പോഴാണ് എന്തോ ഒരു ഷീൽഡ് പോലെ ഉള്ളത് വെച്ച് തടഞ്ഞ് അവരെ തിരിച്ചയച്ച്. അപ്പോൾ ഒരു ഈവിൾ പവേഴ്സ് അങ്ങോട്ട് വരാൻ തുടങ്ങി. അവിടെ ഒരു ഡേഞ്ചറസ് സിറ്റുവേഷൻ പോലെ. അവർക്കൊന്നും മനസ്സിലാകുന്നില്ല. അങ്ങനെ നോക്കി നോക്കുമ്പോഴാണ് മരിച്ചുപോയ ഓൾഡ് ഗോസ്റ്റിൽ ത്രിസന്ധമായ കൂവാനും അവര് അങ്ങോട്ട് ജീവനോടെ വരുന്നു. ഇതവരുടെ ആത്മാവ് മാത്രമാണ്. ആത്മാവ് എന്ന് പറയുമ്പോൾ ഈവിൾ സൈഡിലുള്ള ആത്മാവ്. അതുകൊണ്ട് തന്നെ ഗുവാൻ മരിച്ചപ്പോൾ എല്ലാ സത്യങ്ങളും അറിഞ്ഞാണല്ലോ മരിച്ച. എന്നാൽ ഇത് ഈവിൾ സൈഡ് ആയതുകൊണ്ട് തന്നെ അതിനൊന്നും വലിയ കാര്യമില്ല. അവർ രണ്ടുപേരും അറ്റാക്ക് ചെയ്തിട്ട് പോലും ഗുവാന്റെ പവറിനെ അവർക്ക് പിടിച്ചെടുക്കാൻ പറ്റില്ല. അലിഗേറ്റർ വരെ ഷോക്കായി പോയി അവരെ കണ്ട്. ഇത് ഈവിൾ പവേഴ്സ് ആയതുകൊണ്ട് തന്നെ നോർമൽ ആൾക്കാരെക്കാൾ കൂടുതൽ പവർ ആയിരിക്കും. നിങ്ങൾ മരിച്ചതല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവർ വേറെ വഴിയിലൂടെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നു. മുൻപ് തന്നെ ഒരുപാട് കഷ്ടപ്പെട്ട് ഇപ്പോൾ അതിനേക്കാൾ പവർഫുള്ളായ ഇവരെ കൂടി എങ്ങനെയാണോ നിങ്ങൾ പുറത്ത് കണ്ടില്ലേ? അപ്പോഴാണ് പുറത്ത് സംഭവിച്ച കാര്യം. അപ്പോൾ അത് എന്ന് അലിഗേറ്റർ പിന്നെ ഷോക്കായി. അവരെല്ലാവരും വന്നു നോക്കുമ്പോൾ മുൻപ് ഒരു സോൾജർ ഒരുപാട് ഡെഡ് ബോഡീസ് ഇടയിൽ കൂടി വന്നിട്ട് ഒരു ബാഡ്ജ് വെച്ചിട്ട് പോയായിരുന്നല്ലോ. എന്നാൽ അവിടെ ആ ബാഡ്ജ് മാത്രമേ ഉള്ളൂ. ഒരൊറ്റ ഡെഡ് ബോഡി പോലും അവിടെ ഇല്ല. ഒരു തുള്ളി ബ്ലഡ് പോലും. ഇത് എവിടെ പോയെന്ന് അവർക്കറിയില്ല. ഒരൊറ്റ രാത്രി കൊണ്ട് ഇത് എടുത്തോണ്ട് പോകാൻ പോലും കഴിയില്ല. എന്നാൽ നമുക്കറിയാം എന്ത് രാക്ഷസ കോഡിന്റെ എന്തൊരു പവർ വെച്ചാണ് എന്ന്. നിനക്ക് എന്താ വേണ്ടതെന്ന് അലിഗേറ്റർ ചോദിക്കുമ്പോൾ ഞാൻ ഉടൻ തന്നെ ഗോഡാകും. അതിനു മുൻപ് എനിക്ക് നിങ്ങളുടെ ഹെൽപ്പ് വേണം. എന്ത് ഹെൽപ്പ്? ബീബി തോങ് പറയുന്നത് ടയാൻഡോവിനെ ഡിഫീറ്റ് ചെയ്യണം. അതാണ് വോഹനമ്പേറിന്റെ ഒരേ ഒരു ലക്ഷ്യം. ഇപ്പോൾ നിങ്ങൾ കിങ്ഷിയുടെ വിശ്വസ്തരാണ്. ഈ ഒരു പ്രാവശ്യം എൻ്റെ കൂടെ നിന്ന് ഈ ടയാൻഡോവിനെ ഡിഫീറ്റ് ചെയ്ത ഞാൻ തന്നെ യഥാർത്ഥ ആൾക്ക് ഈ സ്ഥാനം കൈമാറാം എന്നിപ്പോൾ ബീബി തോങ്ങിനെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ ബീബി തോങ് കിങ്ഷിക്ക് വേണ്ടി വൂഹ് നമ്പർ വിട്ടുകൊടുക്കും എന്ന് പറയുകയാണ്. എന്ന് ആരാണ് കൊടുക്കുന്നതെന്ന് നോക്കണം. ഗീവപ്പ് ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഗോഡായി മതി. അതുമല്ല അവൾ എൻ്റെ മകളാണ്. അത് കഴിഞ്ഞ് ടാക്സിനെ കിങ്ഷി 2 ഗോഡുകൾ തമ്മിലുള്ള ഫൈറ്റ് അത് തുടങ്ങാൻ പോകുമല്ലോ. അതിനു മുൻപ് ചെറിയൊരു സംസാരം. അവൾ 2 ഗോഡുകൾ തമ്മിൽ തുടങ്ങാമെന്ന് പറയുമ്പോൾ ടാക്സനതിന് മുൻപ് 2 എംബർ സൈഡിലും ഗോഡുണ്ട്. അവർ പരസ്പരമാണ് ഏറ്റുമുട്ടുന്നത്. ഇതിൽ ഡിഫീറ്റായ അത് കഴിഞ്ഞ് മറ്റൊരു വാർ ഉണ്ടാകാൻ പാടില്ല. തോൽക്കുന്ന ആൾ ജയിച്ച ആളുടെ കൂടെ സപ്പോർട്ടിന് ഉണ്ടാക്കണം. അവൾ ഫെയർ ആയിട്ട് മാത്രമാണ് ഫൈറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സമ്മതിച്ചു. കോഡുകൾ തമ്മിലുള്ള അഗ്രിമെന്റ് ആയതിനാൽ ഇനി മാറ്റാനും കഴിയില്ല. അതിനുശേഷം അവരുടെ ഫൈറ്റ് അത് സ്റ്റാർട്ടായി. ടാങ്സിന് വാട്ടറിന്റെ പവർ ഉപയോഗിച്ച് റെഡി ആയിട്ട് നിൽക്കുന്നു. അതുപോലെ തന്നെ കിങ്ഷി സ്കൈന്റെ പവർ ഉപയോഗിച്ച് റെഡിയായി. കിങ്ഷി ഏഞ്ചൽ കോഡിന്റെ ഒരു സ്കില്ല് ഉപയോഗിച്ച്. ഇനി സ്കില്ലുകളെന്ന് മാത്രമേ പറയുന്നുള്ളൂ, അതിന്റെ പേരൊന്നും പറയുന്നില്ല. ഇനി വലിയ കാര്യമില്ലല്ലോ. അതുപയോഗിക്കുമ്പോൾ ടാസ ട്രൈഡന്റിന്റെ 10ാമത്തെ സ്കില്ല് അത് ഉപയോഗിക്കുന്നത്. അതിന്റെ പേര് സീസൺ. അതൊന്ന് ഓർത്ത് വെച്ചേക്ക്. അല്ല വലിയ കാര്യമില്ല, എന്നാലും ഓർത്ത് ചെയ്യേ. അത് ഉപയോഗിക്കുന്നത്. അത് കണ്ടിട്ട് കിങ്ഷിയും തിരിച്ചുപയോഗിക്കുന്നത്. അങ്ങനെ അവരുടെ ഫൈറ്റ് നടക്കുകയാണ്. ഒരുപാട് ഏഞ്ചൽസ് വരുവാണ്. അതിൻ്റെ പവേഴ്സ് കൂടി കൂട്ടി ഒരു അറ്റാക്ക്. അതിനുശേഷം വേറൊരു സ്കില്ല് ആ സോഡിലേക്ക് ആക്കുന്നു. അത് ഒരു ഏഞ്ചൽ രൂപം സോഡ്. അത് ഉപയോഗിച്ച് ടാങ്സിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുവാണ്. ആ സോഡ് അത് ഉപയോഗിച്ച് ആ വെള്ളത്തെ 2ആയിട്ട് മുറിച്ച് ആ പവേഴ്സിന് ആ വാട്ടർ ഉപയോഗിച്ച് തന്നെ ബ്രേക്കുമാക്കി. അതിനുശേഷം പിന്നെ അവരുടെ ഫൈറ്റ് കുറച്ചു നേരം നടക്കുന്നുണ്ട്. രണ്ടുപേരും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. ആകാശത്ത് പോയിട്ട് ചെറുപറടി അവിടെയുള്ള മേഘങ്ങൾക്കിടയിലൂടെ എല്ലാം ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ചു നേരം കഴിയുന്നു. അതിനുശേഷം പിന്നെ ജില്ലിംഗ് ഗേറ്റിൻ്റെ അവിടെ മറ്റേ മയിലിൻ്റെ ആ മാർഷൽ സോളുള്ള ആള് ടയാൻഡോവിനെ അറ്റാക്ക് ചെയ്താൽ ഇപ്പോൾ വലിയ ലോസ് അവർക്കുണ്ടായി. ഇനി അറ്റാക്ക് ചെയ്താൽ എന്ന് പറയുമ്പോൾ നമ്മുടെ എംപയറിന് ഒരു ഇൻവിസിബിൾ ആർമി ഉണ്ട് എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയിട്ട് എന്തോ ഒരു സ്കില്ല് അത് ഉപയോഗിക്കുമ്പോഴാണ് ആകാശത്തായിട്ടൊരു ഫോർമേഷൻ. അതിന് ടൈമും ഉണ്ട്. ഒന്നുറപ്പിക്കുക, ഇത് ടയാൻഡോ ടാങ്സ് ആർമിക്ക് ഉള്ള ഒരു പണി തന്നെയാകുമെന്ന്. അതുപോലെ തന്നെ ബീബി തോങ്ങിന് ചുറ്റുമായിട്ട് ഒരുപാട് ഈവിൾ പവേഴ്സ് കറങ്ങുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട് ഇത് വേണ്ട, മരിച്ചവരെ കൊണ്ട് പിന്നെ വാറിന് ഇറക്കരുതെന്ന്. അലിഗേറ്റർ ഉൾപ്പെടെ ഉള്ളവരെ ആ മരിച്ചവരെ റെസ്പെക്ട് ചെയ്യുന്ന സമയത്ത് ബീബി തോങ് മരിച്ചാലും അവരെ വിടാത്ത പോലെ. അവർ പറയുന്നത് മാറ്റാനായിട്ട് ഞാൻ ഒരു ഗോഡായ ഷെങ്ഡോവലിനെ തിരികെ കൊണ്ടുവരാം. അത് കേട്ടൊരു ചാഞ്ചാട്ടം പോലെ
ഇതേ സമയം മാസ്റ്റർ ബുക്കിൽ നോക്കി ആ പ്ലാൻ അത് മനസ്സിലാക്കി അതൊരു ഏൻഷ്യന്റ് ബുക്കാണ്. എന്നിട്ട് അവിടെ നിന്ന് പെട്ടെന്ന് പോവാണ്. അതിൽ കണ്ട അതേ ഫോർമേഷൻ തന്നെയാണ് ബീബിതോങ് ഉണ്ടാക്കിയതുപോലെ. മുകളിലുള്ളത് 9ാമത്തെ ചലഞ്ചിലേക്ക് പോകാനുള്ള ആ ഡോറാണ്. അതിപ്പോൾ തുറന്നിട്ടില്ല. അത് തുറക്കണമെങ്കിൽ ഇൻഹെറിറ്റ് സാക്രിഫൈസ് ചെയ്യണം. എന്താ ബീബിതോങ്ങിന് ഇൻഹെറിറ്റ് ഇല്ലല്ലോ, അപ്പോൾ അത് എങ്ങനെയാകുമെന്നൊക്കെ കാണാം. മാസ്റ്ററിന്റെ കഴിവൊക്കെ ഏത് ലെവലാണെന്നൊക്കെ നോക്ക്. ആ അടിയിലുള്ള ഫോർമേഷൻ അത് ജില്ലിംഗ് വസം മുഴുവനായിട്ടുള്ളത് ഡോക്കു പോയി മനസ്സിലാക്കിയെടുത്ത്. എന്നാൽ അത് എന്തിനാണെന്ന് അവർക്ക് അറിയില്ല. അപ്പോഴാണ് മാസ്റ്റർ വന്നിട്ട് ബീബിതോങ് ഈവിൾ പവേഴ്സിന്റെ ഹെൽപ്പോട് കൂടി ഏൻഷ്യന്റ് ടൈമിൽ യൂസ് ചെയ്ത ഒരു സ്കില്ല് അത് യൂസ് ചെയ്ത് ഗോഡാകാൻ പോവുകയാണ്. അതാണ് ജില്ലിംഗ് ഗേറ്റിൽ ഒരു തുള്ളി രക്തം പോലും പോയിട്ട് ഇല്ലാത്തത്. അതിനുശേഷം അവസാന വാറ് അതിനായിട്ട് എല്ലാവരും റെഡി ആവുകയാണ്. ഊഹനമ്പേറിനോട് എൻ്റെ പ്രൊട്ടക്ഷൻ നിങ്ങൾക്കുണ്ടാകും, എല്ലാവരും ഷാർപ്പ് സോഡ് ഉപയോഗിക്കണം എന്ന് എല്ലാവരെയും കൊല്ലാനായിട്ട് പറയുവാണ്. എന്നാൽ എൻ്റെ ബോഡീസ് കിട്ടും, നിങ്ങളുടെ സോള് അതില്ലാതാക്കില്ല, നിങ്ങളുടെ ഫൈറ്റ് അതിൽ നിങ്ങളുടെ സ്പിരിറ്റ് ഓടിപ്പോവുകയുമില്ല എന്ന് ഉണ്ടാനായിട്ട് അതെല്ലാം ബീബിതോങ്ങിന് കിട്ടുമല്ലോ. എന്നാൽ ഇതൊന്നും അവർക്ക് അറിയില്ല എന്നതാണ്. ആ ഈവിൾസിനെ അറ്റാക്ക് ചെയ്യും, ബ്യൂട്ടിഫുള്ളായ ലാൻഡ് കൊണ്ടുപോവാ എന്നൊരു ഈവിളായ ബീബിതോങ് തന്നെ പറയുകയാണ്. ടയാൻഡോ ടാങ്സ് അറബിയും വാറിനേറ്റ് റഷ് ചെയ്യുന്നു. അതുപോലെ തന്നെ മോഹനബേറും അറ്റാക്ക് ചെയ്യുന്നു. അങ്ങനെ വാറ് പിന്നെ സ്റ്റാർട്ടായി. ആ അവസാന വാറ് അത് വലിയ രീതിയിൽ പോവുകയാണ്. രണ്ട് സൈഡിലുള്ള ആൾക്കാരും പല പല രീതിയിൽ ഫൈറ്റ് ചെയ്യുകയാണ്. അങ്ങനെയാണ് അറ്റാക്ക് നടക്കുന്നത്. അവർ മരിക്കുമ്പോൾ ഒരു ബ്ലാക്ക് സ്മോക്ക് പോലെയുള്ളത് കാണാം. മറ്റേ പാന്തർ മാനും കൂട്ടങ്ങളും ഒക്കെ അറ്റാക്ക് ചെയ്യുമ്പോൾ അവരെ തടയാനേറ്റ് ഫാറ്റി ഓസ്കാർ ഗ്രാൻഡ് സോളൻ്റെ മാസ്റ്റേഴ്സായ ഫോണിക്സ് ഫയർ ആണല്ലോ, രണ്ടുപേരും കൂടി ഉപയോഗിച്ച് കത്തിച്ച് കളഞ്ഞ ഒറ്റ സെക്കൻഡിന്. ഏതാ മരിക്കുമ്പോൾ തന്നെ ആ ബോഡികൾ താഴേക്ക് അല്ലെങ്കിൽ രാക്ഷസ ബോഡിറ്റ് ആ ഫോർമേഷൻ്റെ കൂടെ പോകുന്നത് കാണാം. അത് നേരെ ആ ഡോറിലേക്ക്. ഇത്രയും നാൾ 1-2 ഇപ്പോൾ 1000കണക്കിനാണ് ഡെഡ് ബോഡികൾ വന്നുകൊണ്ടിരിക്കുന്നത് ഓരോ നിമിഷം. അതുകൊണ്ട് തന്നെ ആ ഡോറിലേക്കുള്ള ആ പവേഴ്സ് വളരെ വലിയ രീതിയിൽ കൂടുകയാണ്. ആ ഫോർമേഷൻ ഉള്ളിൽ കയറിയവരുടെ ജീവനോടെ ഉള്ളവരെ പോലും സോള് പുറത്തു പോകാൻ വേണ്ടി നോക്കുന്നത്. ഒരുപാട് പേരുടെ ബോഡി അല്ലെങ്കിൽ ഡെഡ് ബോഡീസിൻ്റെ സോള് കിട്ടുന്നത് കൊണ്ട് തന്നെ കൂടാകുന്നതിൻ്റെ സ്പീഡും അത് ബീബിതോങ്ങിന് തന്നെ കൂടുന്നുണ്ട്. ഈ ഫോർമേഷൻ പറയുന്ന പേരാണ് ഡെത്ത് സ്പിരിച്വൽ ഫോർമേഷൻ. ഹ്യൂവേഴ്സിനെ കൺട്രോളാക്കി ഓരോരുത്തരെയും കൊല്ലുവാണ് ദ ഗോഡ് ഓഫ് ലൂച്ചേനെ ഉപയോഗിച്ച് എന്ന് മാസ്റ്റർ. ബീബിതോങ് അലിഗേറ്ററിനോട് തന്നെ 9ാമത്തെ ചലഞ്ചിൻ്റെ ഗേറ്റിലൂടെ പോവാണ്. ഇനി നിങ്ങൾ വേണം ഇവിടെ നോക്കാൻ. അത് ടാങ്സം കണ്ട് മനസ്സിലാക്കി. ഇനി ബീബിതോങ് കോഡായാൽ നമ്മളായിരിക്കും ട്രബിളിലാക്കാൻ പോവുക എന്ന് ടാങ്സിനും അറിയാം. ടീംസ് അവരുടെ രീതിയിലുള്ള അറ്റാക്ക് തുടങ്ങി. ഫാറ്റി ജിയാങ്ങിനോട് ഈ വാറ് മരിച്ച ആൾക്കാരെ കൊണ്ട് പിന്നും അറ്റാക്ക് ചെയ്യുന്നത് ഇതൊരു നല്ല കാര്യമെന്നാണോ? ഇതാണ് നിങ്ങളുടെ ഗോഡ് ലൂച്ച, ഇതൊരു ഗോഡല്ല, ഇതൊരു ഗോസ്റ്റാണ് എന്ന് പറഞ്ഞൊക്കെയാണ് അറ്റാക്ക്. ഓസ്കാർ അതേ സമയത്ത് ആ മൈനുമായിട്ടാണ് അറ്റാക്ക്. ശ്രദ്ധിച്ച് കേൾക്കണേ. അത് കണക്കാണ് ഫൈറ്റ് ചെയ്യുന്നത്. ഹെൽപ്പ് ചെയ്യുന്നിട്ട് നിങ്റോങ്ങും എല്ലാവർക്കും പവേഴ്സ് കൊടുക്കുന്നുണ്ട്. ഫെങ്ജിനേക്കാൾ സ്ട്രോങ് ആയതുകൊണ്ടാണ് നിങ്റോങ് നിൽക്കുന്നത്. ഫെങ്ജി 7 ട്രഷർ ആണെങ്കിൽ ഇപ്പോൾ നിങ്റോങ് 9 ട്രഷർ ഗ്രാൻഡ് സോളൻ്റെ മാസ്റ്റേഴ്സ് ആവണല്ലോ. അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. അപ്പോൾ അടുത്ത ഒരു എപ്പിസോഡ് വരെ ഓക്കെ ബൈ.